പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വിശദമായിക്കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാസ്മോലൈസിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്മോലൈസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ്, DPD, ഇംബൈബിഷൻ, ഇങ്ങനെ ഒരുപാട് ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ പ്രോസസ് ഒക്കെ ചെടികളിൽ നടക്കുന്നത് ജലത്തിന്റെ ലഭ്യത ഉള്ളത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ചെടികൾക്ക് ഇങ്ങനെ വെള്ളം ലഭിക്കുന്നത്. ചെടികൾക്ക് ജലം ലഭിക്കുന്നത് പ്രധാനമായിട്ടും മണ്ണിൽ നിന്നാണ്. മണ്ണിലുള്ള ജലത്തെ എങ്ങനെയാണ് ചെടികൾ വലിച്ചെടുക്കുന്നത്? ചെടികൾക്കുള്ളിലുള്ള വളരെ പ്രധാനപ്പെട്ട അബ്സോർബിങ് സ്ട്രക്ചർ ആയിട്ടുള്ള റൂട്ടാണ് എന്ന് നമുക്കറിയാം. എന്നാൽ റൂട്ടിൽ തന്നെ നമുക്കറിയാം വളരെ പ്രധാനമായിട്ടും റൂട്ട് ഹെയർസ് ഉണ്ട്. അപ്പൊ ചെടികളെ സംബന്ധിച്ചിടത്തോളം റൂട്ട് ഹെയറുകളാണ് യഥാർത്ഥത്തിൽ വെള്ളം വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ മെക്കാനിസം എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, നിങ്ങൾ ഇവിടെ ചിത്രത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഇതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെടി, ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലാന്റ് ആണ്. ഈ മണ്ണിലുള്ള ഈ ചെടി ജലം വലിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ തൊട്ട് താഴത്തെയുള്ള പിക്ചറിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ പിക്ചോറിക്കൽ ആയിട്ടുള്ള ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഉണ്ട്. ഇവിടെ വെള്ളം കാണാം നിങ്ങൾക്ക്. വാട്ടർ പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 0.1 ആണ്. അത് റൂട്ട് ഹെയർ വഴി, ഈ പറയുന്ന റൂട്ടിന്റെ എപ്പിഡെർമൽ ലെയർ വഴി കോർട്ടെക്സിലോട്ട് വന്ന്, കോർട്ടെക്സിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാസ്കുലാർ സ്ട്രക്ചറിൽ വന്ന് സൈലം വഴി സ്റ്റെമ്മിലോട്ട് കയറുകയും സ്റ്റെമ്മിൽ നിന്ന് ലീഫിലോട്ട് എത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം നിരന്തരമായിട്ട് ചെടികളിൽ നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വെള്ളം ഉള്ളിലോട്ട് കയറുന്നത്. അങ്ങനെയാണ് വെള്ളം ചെടികളുടെ ലീഫിലെത്തുകയും ലീഫിൽ നിന്ന് ട്രാൻസ്പിറേഷൻ വഴി പുറത്തോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു പ്രവർത്തനം നിരന്തരമായിട്ട് ചെടികളിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്? there is a clear cut mechanism which is present in the plant. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ചെടികളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താനുള്ള മെക്കാനിസം. അത് പറയുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം റൂട്ടാണ് വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് റൂട്ട് ഇത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നത്? നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. റൂട്ട് ഈസ് ദ മേജർ അബ്സോർപ്ഷൻ ഓർഗൻ എക്സെപ്റ്റ് ഹൈഡ്രോഫൈറ്റ്സ്. റൂട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അബ്സോർപ്ഷൻ ഓർഗൻ ആണ്. ഹൈഡ്രോഫൈറ്റ് ഒഴിച്ച് ഉള്ള വെള്ളത്തിൽ വളരുന്ന ജീവികളെയാണ്, ചെടികളെയാണ് നമ്മൾ ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹൈഡ്രോഫൈറ്റ്സ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ചെടികളിൽ ജലം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമായിട്ടും ആരാണ്? അത് റൂട്ടാണ്. The zone of the maximum water absorption, that is about 20 folds, is located about 20 to 200 millimeter from the root tip. ഇപ്പൊ ചെടികളുടെ വേരിന്റെ അറ്റം അല്ലെ, വേരുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം മൂലകോശങ്ങളാണ്. എന്നാൽ റൂട്ട് ഹെയർ എന്ന് പറയുന്നത് മൂലലോമങ്ങളാണ്, റൂട്ട് ഹെയറുകളാണ്. ഈ റൂട്ട് ഹെയറിന്റെ ടിപ്പിൽ 20 to 200 millimeter വരെ വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ടാവും. ദിസ് റീജൻ ഈസ് ഫുൾ ഓഫ് റൂട്ട് ഹെയർ. ഈ റീജനിൽ മുഴുവനും റൂട്ട് ഹെയറുകളുണ്ട്. ലെങ്ത് ഓഫ് ദ റൂട്ട് ഹെയർ ഈസ് 0.1 millimeter to 10 millimeter. സാധാരണ ഒരു റൂട്ട് ഹെയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 0.1 millimeter to 10 millimeter ആണ്. ഡെൻസിറ്റി ഓഫ് ദ റൂട്ട് ഹെയർ ഈസ് 2500 hairs per centimeter square. സാധാരണ ഒരു റൂട്ട് ഹെയറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 2500 hairs ആണ്. അത്രമേൽ ഹെയർസ് ഒരു പർട്ടിക്കുലർ സെന്റിമീറ്റർ സ്ക്വയറിൽ കാണാൻ കഴിയും. Root hair are unicellular while hairs of the stem and leaf are multicellular. സാധാരണ റൂട്ട് ഹെയർ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും, സ്റ്റെമ്മിലും ലീഫിലും ഒക്കെയുള്ള ലീഫിന്റെ റൂട്ടിന്റെ ഹെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെയർ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ കാണുന്ന ഹെയറുകളൊക്കെ മൾട്ടിസെല്ലുലാർ ആണ്. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് റൂട്ട്. റൂട്ട് ഈസ് യൂണിസെല്ലുലാർ. ഹെയർസ് can be seen in the roots. Now but the rhizome carries adventitious root without hairs. എന്നാൽ റൈസോമിലോ അവിടെ നമുക്ക് അഡ്വന്റീഷ്യസ് ഹെയർസിനെ കാണാൻ പറ്റും, പക്ഷെ അവിടെ ഒരു തരത്തിൽ നമുക്ക് റൂട്ട് ഹെയറിനെ കാണാൻ കഴിയില്ല. പ്ലാന്റ് ഗ്രോയിങ് ഇൻ സൊല്യൂഷൻ കൾച്ചർ ആൻഡ് അക്വാട്ടിക് പ്ലാന്റ് ലാക്ക് റൂട്ട് ഹെയർ. ചെടികൾ ചില സമയത്ത് ചില കൾച്ചറിൽ വളരും. ഫോർ എക്സാമ്പിൾ ടിഷ്യൂ കൾച്ചർ വഴി വരാം. അതോടൊപ്പം തന്നെ നമ്മൾ പറയാൻ പോകുന്ന ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൾച്ചർ ഉണ്ട്. ആ കൾച്ചറിൽ വളരുന്ന ചെടികൾക്കൊന്നും എന്തുണ്ടാവില്ല? റൂട്ട് ഹെയറുകൾ ഉണ്ടാവില്ല. എന്നാൽ സാധാരണ പ്ലാന്റ് അതായത് മണ്ണിൽ വളരുന്ന ചെടികളിലൊക്കെ റൂട്ട് ഹെയറുകൾ നമുക്ക് കാണാൻ കഴിയും. The older part of the root are suberized and no longer are absorbing. The older part of the root hair,
റൂട്ട് ഹെയറിന്റെ ഒരു പ്രായമായിട്ടുള്ള ചെടികളുടെ റൂട്ടിലൊക്കെ എന്തുണ്ടാവും? റൂട്ട് ഹെയർ ഉണ്ടാവും. പക്ഷെ അവിടെ എന്താണ്? സ്യൂബറൈസ്ഡ് ആണ്. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സ്യൂബറിൻ കണ്ടന്റ്. നോ ലോങ്ങർ അബ്സോർബിങ്. അത് ഒരുപാട് കാലം അത്തരത്തിലുള്ള പ്രദേശത്തിലൂടെ വെള്ളം വലിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ചെടികളിലോട്ട് വെള്ളം ലഭ്യമാവുന്നത് റൂട്ട് വഴിയാണ്. റൂട്ടിന്റെ താഴെ ആരുണ്ട്? റൂട്ട് ഹെയറുകളുണ്ട്. ഈ റൂട്ട് ഹെയറുകൾ ഓരോ സെന്റിമീറ്റർ സ്ക്വയറിലും 2500 വരെ ഉണ്ടാവാം. അത്രമേൽ സാന്ദ്രത ഈ റൂട്ട് ഹെയറുകൾക്കുണ്ട്. ഇങ്ങനെയുള്ള റൂട്ട് ഹെയറുകളുടെ പ്രസൻസ് കൊണ്ട് മാത്രമാണ് ജലം ഉള്ളിലോട്ട് കയറുന്നത്. നൗ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെ പ്രധാനപ്പെട്ട മെക്കാനിസംസ് ആണ് വെള്ളം മുകളിലോട്ട് കയറാനുള്ളത്. മോസ്റ്റ് ഓഫ് ദ വാട്ടർ അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ് കമ്മിങ് ത്രൂ റൂട്ട് ഹെയർ. മിക്കവാറും ചെടികളിൽ ജലം കയറുന്നത് റൂട്ട് ഹെയറുകൾ വഴിയാണ്. കളക്റ്റീവ്ലി പ്രൊവൈഡ് ഇനോർമസ് സർഫസ് ഏരിയ. ഒരുപാട് സർഫസ് ഏരിയ ഈ റൂട്ട് ഹെയറിൽ നമുക്ക് കാണാൻ കഴിയും. ഓൾമോസ്റ്റ് ആൾവേസ് ടർജിഡ് because their water potential is greater than that of soil. Almost always turgid because their water potential is greater than that of soil. 3 transport routes exist through the cell. 3 പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടുകൾ ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ് ആ ട്രാൻസ്പോർട്ട്? ഒന്ന് അപ്പോപ്ലാസ്റ്റിക് ട്രാൻസ്പോർട്ട് ആണ്, മറ്റൊന്ന് സിംപ്ലാസ്റ്റിക് ട്രാൻസ്പോർട്ട് ആണ്, മറ്റൊന്ന് ട്രാൻസ് മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ആണ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ പ്ലാന്റിലുണ്ട്. നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ചെടികളിലോട്ട് വെള്ളം ലഭ്യമാവുന്നത്? ചെടികളിലോട്ട് ജലം ലഭ്യമാവുന്നത് പ്രധാനമായിട്ടും 3 ബേസിക് വഴിയാണ്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അപ്പോപ്ലാസ്റ്റ് ആണ്, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് സിംപ്ലാസ്റ്റ് ആണ്, മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ട്രാൻസ് മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ആണ്. എന്താണ് ഈ പറയുന്ന വഴികൾ എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ അവിടെ കാണാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട റൂട്ട് ഹെയറുകൾ നിങ്ങൾക്ക് കാണാം. ഇതാണ് റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. ഈ റൂട്ട് ഹെയറുകൾ വഴിയാണ് ഈ 3 പ്രധാനപ്പെട്ട പ്രോസസ്സും ചെടികളിൽ നടക്കുന്നത്. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട മെക്കാനിസം? ഒന്ന് അപ്പോപ്ലാസ്റ്റിക് പാത്വേ ആണ്, 2 സിംപ്ലാസ്റ്റിക് പാത്വേ ആണ്, 3 ട്രാൻസ് മെംബ്രെയിൻ പാത്വേ. ഈ 3 പ്രധാനപ്പെട്ട വഴികളിലൂടെയാണ് ആത്യന്തികമായിട്ട് ചെടികളിൽ പ്രാഥമികമായിട്ടും ചെടികളിൽ ജലം ലഭ്യമാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രക്ചറുകൾ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൂട്ട് ഹെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലീഫ് കാണാം. ഇതുവഴിയാണ് ട്രാൻസ്പിരേഷൻ നടക്കുന്നത്. സൈലം വെസലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്റ്റെമ്മിന്റെ അനാട്ടമി, റൂട്ടിന്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ ഒക്കെ ഈ ജലത്തിന്റെ ട്രാൻസ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ വഴിയൊക്കെ ജലം ലഭ്യമാവുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ് നടക്കുന്നുണ്ട് കേട്ടോ. ആ പ്രോസസ്സിന്റെ പേരാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രക്രിയ അടക്കമുള്ള ചെടികളിലെ മെറ്റബോളിക് ആക്ടിവിറ്റിയെ ഏറ്റവും സ്വാധീനിക്കുന്ന ജലം ഈ പറയുന്ന വഴികളിലൂടെയാണ് ലഭ്യമാവുന്നത്. നോക്ക്, നിങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു റൂട്ടിന്റെ അനാട്ടമിയാണ്. ഇവിടെ നിങ്ങൾക്ക് റൂട്ട് ഹെയർ കാണാം അല്ലെ? ഇത് റൂട്ട് ഹെയർ കഴിഞ്ഞാൽ ഇത് എപ്പിഡെർമിസ് ആണ്, ലോവർ എപ്പിഡെർമിസ് ആണ്. ഈ എപ്പിഡെർമിസ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കോർട്ടക്സ് കാണാൻ പറ്റും, അവിടെ പാരങ്കൈമാറ്റ സെല്ല് കാണാൻ പറ്റും, ഇവിടെ ഒരു വാസ്കുലാർ ബണ്ടിൽ റീജൻ കാണാൻ പറ്റും, ബണ്ടിൽ റീജൻ നിങ്ങൾ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റൂട്ട് ഹെയർ കടന്നുകൊണ്ട് ചെടികളിലെ റൂട്ടുകളിൽക്കുള്ളിലുള്ള സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഇടയിലൂടെ സെൽവാളിന്റെ ഭാഗമായിട്ട് ജലം ഇങ്ങനെ റെഡ് കളറിൽ റെപ്രസെന്റ് ചെയ്ത പോലെ തന്നെ വെള്ളം വാസ്കുലാർ ബണ്ടിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. അങ്ങനെ ജലം സെൽവാള് വഴി പ്ലാസ്മ മെംബ്രെയിന്റെ ഒറ്റത്തുള്ള സെൽവാള് വഴി വാസ്കുലാർ റീജിയനിലോട്ട് എത്തുന്ന പ്രക്രിയയുടെ പേരാണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ. എന്താണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ? അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത് ജലം സെൽവാളിന്റെ മുകളിലൂടെ പോയിട്ട് വാസ്കുലാർ ബണ്ടിലോട്ട് എത്തുന്നു. ചെറിയ ദൂരം മാത്രം, ഒരുപാട് ദൂരത്തോട്ടൊന്നും എത്തൂല. എന്നാലോ മറ്റൊരു പ്രോസസ് കൂടി കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിംപ്ലാസ്റ്റിക് പാത്വേ. എന്താണ് സിംപ്ലാസ്റ്റിക് പാത്വേ? സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് പ്ലാസ്മോഡെസ്മാറ്റ. എന്താണ് പ്ലാസ്മോഡെസ്മാറ്റ? ഒരു സെല്ല് മറ്റൊരു സെല്ലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചെറിയ ഒരു ജനവാതിലാണ്, ചെറിയൊരു വിൻഡോയാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓപ്പണിംഗ് ത്രൂ വിച്ച് ദ അഡ്ജസന്റ് സെൽസ് ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ.
അങ്ങനെ തൊട്ടടുത്ത സെല്ലിനോട് എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചെറിയൊരു ഓപ്പണിംഗ് നിങ്ങൾക്ക് സെല്ലുകൾക്കിടയിൽ കാണാൻ പറ്റും. അങ്ങനെ സെല്ലുകൾക്കിടയിലുള്ള ആ സ്പേസിലൂടെ ജലം കയറുന്ന പ്രക്രിയയുടെ പേരാണ് സിംപ്ലാസ്റ്റിക് പാത്വേ. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത് നോക്കൂ, ഈ പറയുന്ന പ്ലാസ്മോഡെസ്മാറ്റ വഴി ജലം പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലൂടെ, അതല്ലെങ്കിൽ സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്ന ഈ പറയുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്ന ചെറിയ ഓപ്പണിംഗ് വഴി വാസ്കുലർ ബണ്ടിലോട്ട് എത്തുന്ന പ്രക്രിയയുടെ പേരാണ് സിംപ്ലാസ്റ്റിക് പാത്വേ. എന്നാൽ അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറഞ്ഞാലോ, ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ത്രൂ ദ പറയൂ. അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ത്രൂ ദ സെൽവാളിന്റെ മുകളിലൂടെയാണ് വെള്ളം പോകുന്നത്. ആ പ്രവർത്തനത്തിനെയാണ് നമ്മൾ അപ്പോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട പാത്വേ നമ്മൾ ഇവിടെ പറഞ്ഞു. ഒന്ന് സിംപ്ലാസ്റ്റിക് പാത്വേ എന്താണ്, മറ്റൊന്ന് അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്താണ്. ഇനി മൂന്നാമതൊരു പാത്വേ നിങ്ങളോട് ഞാൻ പറയാണ്, അതിന്റെ പേരാണ് ട്രാൻസ് മെംബ്രെയിൻ പാത്വേ. എന്താണ് ട്രാൻസ് മെംബ്രെയിൻ പാത്വേ? ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് ട്രാൻസ് മെംബ്രെയിൻ പാത്വേ. പ്ലാസ്മ മെംബ്രെയിൻ വഴി മാത്രം പോകുന്നു. പ്ലാസ്മ മെംബ്രെയിൻ വഴി പോകുന്നതിനെ ട്രാൻസ് മെംബ്രെയിൻ എന്ന് പറയുന്നു. സെൽവാള് വഴി പോകുന്നതിനെ അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നു. ഇനി പ്ലാസ്മോഡെസ്മാറ്റ വഴി പോകുന്നതിനെ നമ്മൾ സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ് മെംബ്രെയിൻ പാത്വേ? വാട്ടർ മൂവ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. ദിസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഈസ് കോൾഡ് ട്രാൻസ് മെംബ്രെയിൻ പാത്വേ. The water may also cross through the tonoplast of the surrounding vacuole. വാക്യൂളിനെ ചുറ്റുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാളുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടോണോപ്ലാസ്റ്റ്. അങ്ങനെ ടോണോപ്ലാസ്റ്റ് വഴിയും പ്ലാസ്മ മെംബ്രെയിൻ വഴിയും ജലം ഉള്ളിലോട്ട് പോകുന്ന പ്രക്രിയയുടെ പേരാണ് ട്രാൻസ് മെംബ്രെയിൻ പാത്വേ. അപ്പോ മൂന്ന് പ്രധാനപ്പെട്ട പാത്വേ ആണ് ആദ്യമായിട്ട് നമ്മൾ ജലം ചെടികളിലേക്ക് എത്താൻ വേണ്ടി പറയുന്നത്. ഒന്ന് ട്രാൻസ് മെംബ്രെയിൻ, മറ്റൊന്ന് അപ്പോപ്ലാസ്റ്റിക്, മറ്റൊന്ന് സിംപ്ലാസ്റ്റിക്. എന്താണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് നോൺ ലിവിംഗ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റിന്റെ നോൺ ലിവിംഗ് പാർട്ടിലൂടെയാണ് ജലം ലഭ്യമാവുന്നത്. ദാറ്റ് ഈസ് സെൽവാൾ ആൻഡ് ഇന്റർസെല്ലുലാർ സ്പേസ്. സെൽവാളിന്റെയും ഇന്റർസെല്ലുലാർ സ്പേസിന്റെയും ഉള്ളിലൂടെ ജലം പോകുന്നതിനെയാണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത്. There is little resistance in the movement of water. ചെറിയ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും വെള്ളം പോകുന്നതിനനുസരിച്ച്, എന്നാലും അതൊക്കെ വകവെച്ചു പോകാതെ വെള്ളം ഉള്ളിലോട്ട് നിരന്തരമായിട്ട് പോകുന്ന പ്രക്രിയയുടെ പേരാണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ. Then it is a faster process. ഇത് വളരെ സ്പീഡിൽ പോകുന്ന ഒരു പ്രോസസ് ആണ്. മെറ്റബോളിക് സ്റ്റേറ്റ് ഓഫ് റൂട്ട് ഡസ് നോട്ട് അഫക്ട് അപ്പോപ്ലാസ്റ്റിക് പാത്വേ. ഒരു തരത്തിലുള്ള മെറ്റബോളിക് സ്റ്റേറ്റും ഈ പറയുന്ന അപ്പോപ്ലാസ്റ്റിക് പാത്വേനെ ബാധിക്കുകയില്ല. എന്നാൽ എന്താണ് സിംപ്ലാസ്റ്റിക് പാത്വേ? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ലിവിംഗ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി. വളരെ പ്രധാനപ്പെട്ട ലിവിംഗ് പാർട്ട് വഴിയാണ് ഇത് പോകുന്നത്. എന്താണ് ആ ലിവിംഗ് പാർട്ട്? ലിവിംഗ് പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസ്റ്റിന്റെ ഉള്ളിലൂടെയാണ് ഇത് പോകുന്നത്, നമുക്കറിയാം. അതായത് വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ ആയിട്ടുള്ള പ്ലാസ്മോഡെസ്മാറ്റ വഴി ഇത് പോകുന്ന സമയത്ത് ലിവിംഗ് പാർട്ടിനെ ഇത് ടച്ച് ചെയ്തു പോകും. ദാറ്റ് ഈസ് പ്രോട്ടോപ്ലാസ്റ്റ് കണക്റ്റഡ് ബൈ ദ പ്ലാസ്മോഡെസ്മാറ്റ. പ്ലാസത്തിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പ്ലാസ്മോഡെസ്മാറ്റ ഉള്ളത്. അങ്ങനെ പ്ലാസ്മോഡെസ്മാറ്റയെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജലം ഉള്ളിലോട്ട് പോകുന്നത്. ആ ഒരു പ്രവർത്തനത്തിനെയാണ്, ആ പ്രക്രിയയുടെ പേരാണ് കേട്ടോ സിംപ്ലാസ്റ്റിക് പാത്വേ. Some resistance occurs in the movement of water through the simplast. ചില തരത്തിലുള്ള റെസിസ്റ്റൻസ് ഒക്കെ അതിനെ ബാധിക്കും, എതിർപ്പുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അത് വകവെച്ചു പോകാതെ മുമ്പിലോട്ട് ഈ പറയുന്ന പ്രക്രിയ പോകും. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സ്ലോവർ. ചെറിയ രീതിയിലാണ് പോവുക, വളരെ സ്പീഡിലൊന്നും ഇത് പോവില്ല. മെറ്റബോളിക് സ്റ്റേറ്റ് ഓഫ് റൂട്ട് ഡയറക്ട്ലി എഫക്ട് സിംപ്ലാസ്റ്റിക് പാത്വേ. മെറ്റബോളിക് എഫക്ട് എപ്പോഴും സിംപ്ലാസ്റ്റിക് പാത്വേനെ ബാധിക്കാറുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് there are three important pathway. One is called transmembrane, other one is called apoplastic, and other one is called symplastic. These are the three important pathway by which water is easily transported through the plant. ഇനി നമുക്ക് പറയാൻ പറ്റും റൂട്ട് വളരെ പ്രധാനപ്പെട്ട പണിയെടുക്കുന്നുണ്ട് പ്ലാന്റിൽ. എന്തൊക്കെയാണ് എടുക്കുന്ന പണികൾ? ഒന്ന്, പ്രധാനമായിട്ടും വെള്ളവും ലവണങ്ങളും വലിച്ചെടുക്കും. ഫിക്സേഷൻ ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിനെ അവിടെ നിലനിർത്തും. ഇതാണ് റൂട്ടിന്റെ പ്രത്യേകത. അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ ന്യൂട്രിയൻ ഫ്രം ദ സോയിൽ. Then conduction of absorbed water and mineral nutrient to the upper part of the plant. അല്ലെ, ചെടികളുടെ അവിടെ മുകളിലോട്ട് ഇത് വളരെ നന്നായിട്ട് ജലത്തിനെ എത്തിക്കുന്നു, ലവണങ്ങളെ എത്തിക്കുന്നു. ഇത് കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നു. ഈ പറയുന്ന വെള്ളവും അതേപോലെ തന്നെ ലവണങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രക്രിയ നടക്കണമെങ്കിൽ വെള്ളം ലഭ്യമാവണം. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് വാട്ടർ വേപ്പർ ഉണ്ടാക്കാൻ പറ്റും. ട്രാൻസ്പിരേഷൻ നടക്കുന്നതിന് ആനുപാതികമായിട്ടാണ് ജലം മുകളിലോട്ട് വരുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രക്രിയയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ നിർവഹിക്കുന്ന ആളാണ് റൂട്ടും അതേപോലെ തന്നെ വെള്ളവും. ദെൻ മെക്കാനിക്കൽ ഫംഗ്ഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിക്കൽ ഫംഗ്ഷൻ കൂടി ജലം നടത്തുന്നുണ്ട്, റൂട്ട് നടത്തുന്നുണ്ട്. എന്താണ്? വാട്ടർ പ്രൊവൈഡ് ടർജിഡിറ്റി ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് ദ പ്ലാന്റ് ടിഷ്യൂ.
പ്ലാന്റ് ടിഷ്യൂസിന്റെ സ്റ്റിഫ്നെസ് ഒക്കെ യഥാർത്ഥത്തിൽ നടത്തുന്നത് കൂടി ഈ പറയുന്ന വെള്ളവും റൂട്ടുമാണ്. സോ നമുക്ക് പറയാനുള്ളത് ജലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ധർമ്മങ്ങൾ പ്ലാന്റുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ജലത്തിനെ നമ്മൾ മോസ്റ്റ് പ്രഷ്യസ് എന്ന് പറയുന്നത്. വാട്ടർ ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയാറുണ്ട്, സിൻസ് ഇറ്റ്